ഡേ കയറി പോകണ്ട പതുങ്ങി കളിച്ചോണ്ടിരിക്കണോ? ചാർജറോട് താങ്ക് യു. ജാക്കറ്റ് ഇട്. അത് എസക്കുട്ടിയുടെ ഷൂസ് അല്ല അത്. കളിയൊക്കെ മാറിയല്ലോ. അത് കളിയൊക്കെ മാറിയല്ലോ. ആണോ? ഇത് കാക്കയല്ല, ഇത് കിളിയുടെ കടം പോവാ. കിളി ബാ. നോക്കാൻ പറ്റും. ഒരെണ്ണത്തെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കി. തുറന്നത് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഊട്ടിയിലെ വെതറായില്ലേ? ബ്ലൂബെറി ഇനി ഉച്ച കഴിഞ്ഞ് കഴിച്ചാൽ മതി. നമ്മളിപ്പോ അപ്പി ഇട്ടതാ. ഇനി പോന വഴിക്ക് അപ്പി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കേ ഇന്നത്തെ അപ്പിയിടല് കഴിഞ്ഞു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. എന്തെന്നാ പറഞ്ഞേ? ജോണിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസം വീഡിയോയിലെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും വീട്ടിൽ പോകല്ല, നേരെ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ അങ്ങനെ വീട്ടിൽ പോകണ്ടെന്ന് പറയാൻ കാരണം എന്നാന്ന്, നമുക്ക് ഇവിടെ എന്ന് പറയുമ്പം ഈവൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കളിക്കാനാണേലും നമ്മൾ പാരൻസുമായിട്ട് പെർമിഷൻ എടുക്കണം, അല്ലെങ്കിൽ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് പെർമിഷൻ ചോദിക്കണം. നമുക്ക് വെറുതെ റാൻഡംലി ഇങ്ങനെ ജസ്റ്റ് ഓടിപ്പോയി ഒരു വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കളിക്കാൻ പോകാം, അങ്ങനെ ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പം അത് ശരിക്കും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. അവൻ്റെ വിഷ് ചോദിച്ചാണ്. പിന്നെ ഇവന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി ആ വിഷ് സാധിച്ച് എടുക്കും. അത് ഇപ്പൊ ഞാനത് ചോദിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഇതിനോട് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇവൻ നേരെ പോയി അങ്ങനെ ചോദിക്കും. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഫാമിലിയാണ്, കൂട്ടുകാരൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും അതൊരു മര്യാദയല്ല ഇവിടെ. നമ്മളങ്ങനെ പിള്ളേരെ കൊണ്ട് ചോദിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്തിട്ട് വേണം വിസിറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്, നേരെ വരണം എന്ന് പറഞ്ഞത്. പിന്നെ കാര്യമായിട്ട് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ഇത് എനിക്ക് അറിയാൻ കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത്ര സീരിയസ് ആയിട്ട് മുഖം അങ്ങനെയായി പോയത്. പിന്നെ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആണ്, എന്നറിയില്ല. ആയിരിക്കും. കരയായിരിക്കും. കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല പോകുന്നത്. ഞാൻ വണ്ടിയിൽ ഉണ്ടെങ്കിലാണ്. അതിനിടയ്ക്ക് ഒരു മാള് കയറി വന്നോ? അവൻ തന്നെ പാടിയിട്ട് അവന്റെ പാട്ടിന് അവൻ തന്നെ ഓക്കെ ഓക്കെ. ഇന്നത്തേക്കുള്ളതായെന്ന്, ഇന്നത്തെ നേരം പോക്കായി നമുക്ക്. ഇനി തിരിച്ചു വരുമ്പോ പാടിത്തരണേ, ഡേ കെയർ പഠിപ്പിക്കുന്ന പാട്ട് പാടിത്തരണേ സ്കുട്ടി. അമ്മ പോയി, ഇനി നമുക്ക് ഡേ കെയർ ഇപ്പം ഇവിടുത്തെ ഷെഡ്യൂളാണ്. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഗെയിം കാര്യങ്ങൾ, പുറത്ത് പോകുന്നു, 11 മണിക്ക് ലഞ്ച്, പിന്നെ കിടന്നുറങ്ങുന്നു, പിന്നെ 2 മണിക്ക് വീണ്ടും ഫുഡ് കഴിക്കുന്നു, കളിക്കുന്നു, അകത്ത് കളിക്കുന്നു, പുറത്ത് പോയി കളിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഡെയിലിയുള്ള ഷെഡ്യൂൾ ഇപ്പോഴത്തെ. ചില ദിവസങ്ങളിൽ വ്യത്യാസം വരും, മ്യൂസിക് ആയിരിക്കും. ഫോണൊക്കെ നോക്കി ചിരിച്ചു വരുന്നേ, മമ്മി ആ സാധനം കയറ്റി വിട്ടിട്ടുണ്ട്, പാഴ്സൽ. കസ്റ്റംസ് ക്ലിയറേഷൻ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അഡ്രസ്സൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം അയച്ചപ്പോൾ കൊമ്പോടിയേക്ക് പോയി. അല്ല, നാട്ടിൽ നിന്ന് വിടുന്നതിന് ഇപ്പം ഒരു ഇത് ചെയ്യുമല്ലോ, അപ്പം അത് ചെക്ക് ചെയ്ത് നോക്കിയത് അതെല്ലാം കറക്റ്റ് ആണെന്ന് മമ്മി എനിക്ക് ഫോട്ടോ അയച്ചു തന്നാ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ അയച്ചപ്പോൾ കമ്പോഡിയേക്ക് പോയത്. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സാധനങ്ങൾ നാട്ടിൽ നിന്ന് അയപ്പിക്കുന്നത്. അവർക്കറിയാലോ എന്ന് കരുതിക്കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവരടിച്ചപ്പം കോഡ് മാറിപ്പോയി. കറക്റ്റ് കോഡ് നമ്മൾ കൊടുത്തതാ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ മാറും. അന്നേരം ചെക്ക് ചെയ്തില്ല. നമ്മളങ്ങ് വിചാരിച്ചിരുന്നു ഓക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ
മൗണ്ട് എൽബ്രൂസ് പോയി കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ വന്നിട്ട് തിരിച്ച് ജാക്കറ്റുകളെല്ലാം അവിടെ വെച്ചിട്ട് വന്നു. എനിക്കൊന്ന് 1 മണിക്കൂർ നേരത്തെ കഴിഞ്ഞു. നമുക്ക് നേരെ കൊച്ചിനെ കൊണ്ടുവരാം. എന്തൊക്കെയാ കേട്ടത്? പുറത്ത് കഴിഞ്ഞാൽ വെറും മുഴുവൻ പറിച്ച് തിന്നും, മെഡിക്കലായിട്ട് ഫുഡ് കഴിച്ചു, ഉറങ്ങി, കിച്ചണിലിരുന്ന് കളിച്ചു, എന്നിട്ട് ആ ഗ്ലാസ് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ച ഗ്ലാസ് അവിടെ കൊണ്ടുവച്ചു. അവർ പറയുമ്പോൾ മനസ്സിലായില്ല, ഞാൻ പറഞ്ഞാൽ കൊണ്ടുവച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവച്ചിട്ടൊന്നും മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലായി. അതായത് അവരുടെ രാവിലെ കൊടുപ്പല്ലോ, രാവിലെ ഫുഡ് കഴിച്ചപ്പോൾ ഒരു ഹാപ്പി ഡേ ആയിരുന്നു ദശക്കുട്ടിക്ക്. ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചാൽ അതിലൊക്കെ ഇരിപ്പുണ്ട്, എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ബാ. ഇത്രയും കാലം അവനെ താഴെ നിർത്തിയാൽ നിൽക്കില്ലായിരുന്നേ. കാരണം എന്താ വെച്ചാൽ സൂക്ഷിച്ചറിഞ്ഞ് കാക്കയുണ്ട് അവിടെ. താഴെ നിർത്തി എപ്പോഴും കരച്ചിലായിരുന്നല്ലോ. ഇപ്പൊ അവനെ എനിക്ക് തോന്നുന്നു ഒരു വിശ്വാസമായിട്ടുണ്ട്. റുട്ടീൻ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ വിട്ടിട്ട് പോയി തിരിച്ചു വരും. രാവിലെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് പുള്ളിനെ കൊണ്ടുവരാൻ വരുമെന്ന് ഉറപ്പായല്ലോ. ഉടുപ്പ് ചെറുതായിട്ട് നനഞ്ഞു തന്നുവിട്ടിട്ടുണ്ട്. വെള്ളം കുടിച്ചപ്പോ നനഞ്ഞാന്ന് പറഞ്ഞു. നനഞ്ഞേക്ക് ഇവര് ഒഴിച്ചായിരിക്കും. ഇവനിപ്പോ അങ്ങനത്തെ പരിപാടി ഉണ്ട്. അവര് പിന്നെ കുറച്ച് മര്യാദയൊക്കെ വെച്ചിട്ട് പറഞ്ഞ് ഇച്ചിരി നനഞ്ഞു കുടിച്ചപ്പോഴെന്നൊക്കെ. ഇവന്റെ രീതിയിൽ വെള്ളം ഇച്ചിരി കുടിക്കണ പോലെ പിടിച്ചിട്ട് അങ്ങ് ഒഴിക്കും. ഇതും കൂടെ പോലെ വീടെത്തിന്ന് പുള്ളിക്ക് മനസ്സിലായി തോന്നേ. പുള്ളി ഭയങ്കര വാവുന്ന പരിചയമുള്ള വളവെത്തിപ്പിടിക്കും. വാ ആക്കി ആക്കി പാവം കുഞ്ഞ്. എന്റെ പൊന്നെ വീടെത്തിയ മുത്തേ. വീടെത്തി വരുമ്പോഴാണ് അതൊരു സന്തോഷം. എന്റെ പൊന്ന്. രണ്ടുപേരും ഓടുന്നുണ്ടായിരുന്നു. ഒരാളെന്തി വണ്ടിയുടെ പുറകിലുണ്ടോ? ബേബിനെ നിർക്കിട്ട് ഇപ്പൊ ഒരു സാധനം എടുത്തിട്ട് വരാവേ. ചിപ്സ് അവർക്ക് കൊടുക്കാം. മുറുക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ശർക്കര വരട്ടി എവിടെന്നാ? ആ പാക്കറ്റ് പൊട്ടിച്ചോ? അവർക്ക് വേണമായിരിക്കും മുറുക്ക്. അവർ കഴിക്കില്ല. വേണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളൊക്കെ? എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. മറ്റേ സിനമൺ റോൾസ്. പക്ഷെ ആ മാവ് അത്ര നല്ലയില്ല, ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. അതിന്റെ ഒപ്പം ഇനിയിപ്പോ നാളെ അവധിയായതുകൊണ്ട് അതിന്റെ സന്തോഷത്തിലാണോ? അവർക്കൊന്നും ഇല്ലല്ലോ. കൊള്ളില്ലാതിരിക്കും ആദ്യം. പക്ഷെ ഇത് റൈസ് ഞാൻ ഇട്ടേക്കും, എന്നിട്ട് വെക്കുമ്പോ കാണാം. ഫ്രീ ആയിട്ട് കിട്ടിയ ചക്കി എപ്പോഴാണ് കൂട്ടുകാരി വീട്ടിലാവേ? ഇപ്പഴാ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളിൽ നമുക്കൊന്നും ഇല്ല അല്ലേ? ചക്കി എങ്ങനെ കൂടെ അതായത് ജോണിക്കുട്ടിക്ക് കുക്കി അറിയാവുന്ന ഒരേ ഒരു സംഭവമുള്ളൂ, മാഗി. പിന്നെ ഏഷ്യൻ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ മാഗി വാങ്ങിച്ചോണ്ട് അവർക്ക് പിള്ളേർ നാട്ടിലെ മാഗി അവർക്ക് ഇഷ്ടമാണ്. അപ്പം ചേച്ചി അനിയോടെ കൂടിയിട്ടുള്ള പരിപാടികളാണ്. മാളിന് പരിപാടിയാണ്. മാളു ചക്കരെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നതൊരു മടുപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ ജോണിക്കുട്ടി വെച്ച അവനവർക്കുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കി നിങ്ങള് ഇഷ്ടമുള്ള പോലെ ചെയ്തു. അങ്ങനെയൊക്കെ ഇതിൽ കഴിക്കുന്നു. മാള് കഴിക്കുന്നേ? മാള് കേക്ക് ഉണ്ടാക്കുന്നു. മെസ്സക്കുട്ടി ഓടിപ്പോയി നടക്കുന്നു. മാള് ബുള്ളയായിട്ടുണ്ടാക്കുന്നത്. അതായത് സിന്നമൺ റോൾ. മാള് ഉണ്ടാക്കിയ സിന്നമൺ റോളാണ്. അതിനകത്തേക്ക് എന്നാ മാള് ഒഴിച്ചേക്കുന്നത്? ഒരു വൈറ്റ് ക്രീം. അതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. അതിനകത്ത് എന്നാ ചേർത്തേക്കുന്നത്? എന്താ? ഐസിങ് ഷുഗർ, ബട്ടർ, ക്രീം ചീസ്, വനീല ഷുഗർ, അത്രയും. ഞങ്ങൾ ഇത്രയും ദിവസമൊക്കെ ആയതുകൊണ്ട് പരിപാടികളൊന്നും ചെയ്യാൻ തുടങ്ങിയില്ല. എല്ലാം ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നു. മാള് ഉണ്ടാക്കിയത് ആക്ച്വലി ഇതായിരുന്നു. ഇത് ഓരോന്നോരോ റൗണ്ടായിട്ടാണ് ഇരിക്കേണ്ടത്. പക്ഷെ ലുക്ക് ഇച്ചിരി മാറിപ്പോയി. സാരമില്ല. അടിപൊളിയാണ്. നല്ല മണം. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു കൊടുക്കണേ. അതിന്റെ ബ്രെഡ് ഒക്കെ കണ്ടോ? മറ്റേ നല്ല ഷേപ്പ് ഇല്ലാണ്ടായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. നല്ല
അയ്യോ ഇത് ഭയങ്കര, അതിന്റെ അകത്തുള്ള ബ്രൗൺ സാധനം നല്ലതാണ്. അതായത് ഇതിന്റെ 8 എണ്ണത്തിന്റെ എത്ര യൂറോയാ? 3 ഭയങ്കര വിലയാണ്. അത് കുഞ്ഞതിന് 3 യൂറോ. അത് മറ്റത് അതല്ല, €1.5 മുകളിൽ ഒരെണ്ണത്തിന് ഒരു പീസിന്. അതിലും കൂടുതൽ ചെയ്യാം. അതായത് 8 എണ്ണത്തിന്റെ കണ്ട് 9-10 യൂറോയോ 12 യൂറോ കണ്ടോ? അതല്ലേ പറഞ്ഞു €1.5 എടുത്തെന്ന് പറഞ്ഞേ. ശരിയാ. കൊച്ചിന് കൊടുക്കുന്നില്ല, ചിപ്പ് കഴിക്കണം. ഞാൻ എല്ലാവർക്കും മറ്റേ അപ്പൊ ഇപ്പൊ വേണ്ട. കൂട്ടി കഴിയുന്ന ആ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് സംഭവം കിട്ടുമ്പോണ്ടല്ലോ, അടിപൊളി. മാളു ഗുഡ് ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഞാനും ചോറുകുട്ടി മെയിൻ കോഴ്സ് ഉണ്ടാക്കി, പിന്നെ മാളു ഡെസേർട്ട് ഉണ്ടാക്കി. നോക്ക് എന്റെ പ്ലേറ്റിംഗ് നോക്ക്. പ്ലേറ്റിംഗ് മാളുമായിരുന്നു. ചക്കി ഉണ്ടാക്കിയ മെയിൻ കോഴ്സ് മാളു. എന്തോ ടീം അങ്ങനെ നമ്മുടെ സംഭവബഹുലമായ ബീഫ് ഫ്രൈ കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ അടുത്ത് കൊച്ചിന് പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ പിടിക്കാം. പിടിക്കാൻ പറ്റുമോടാ? അവന്റെ നടു സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. ദൈവമേ, മുട്ടിച്ചിട്ട് വളച്ച് താഴെ കൊച്ചിനെ എടുക്കില്ലേ. അയലോക്കംകാര് ഇതിൻ്റെ മണം അടിക്കുമ്പോൾ പ്രശ്നമില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ നമ്മളിവിടെ എല്ലാവരും തന്നെ മിക്കവരും നല്ല വെതറിൽ പുറത്ത് ഗ്രില്ല് ചെയ്തും ഫുഡ് ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്ന അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇളക്കിക്കൊണ്ടിരുന്ന പോലെ ഭയങ്കര ലൗഡായിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കി ഭയങ്കര 9 മണി കഴിഞ്ഞാൽ ഫിൻലൻഡിൽ പൊതുവേ നമ്മളങ്ങനെ റെസിഡൻഷ്യൽ ഏരിയയിലൊന്നും വലിയ നോയ്സ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഒരു സൈലൻറ്റ് റൂളൊക്കെ ഉള്ളതാണ്. മണം ഓടാ ബുഷിൻ്റെ ചുവട്ടിൽ ഒഴിച്ചതാണ്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ആസ് യൂഷ്വൽ നമ്മുടെ ചാര ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴുകണ്ട. എനിക്ക് കുട്ടപ്പനാക്കി വെക്കുകയാണ്. വർഷത്തിലിങ്ങനെ 2 ഫ്രൈ മതി. ഗ്യാസ് ആണെങ്കിൽ ഇത്രയും പണി ഇല്ല, പക്ഷെ ആ ഒരു ഫീൽ കിട്ടത്തില്ല നമുക്ക്. കരിയായതുകൊണ്ടാണ്. ഇവിടെ കമത്തി ഒഴിക്കില്ലാത്ത മരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കും. ചാരമൊക്കെ വളമല്ലേ. നാട്ടിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നേ? ആദ്യം ചാരയിട്ടല്ലേ വെക്കുന്നേ. പക്ഷേ അത് ലാസ്റ്റാ നമുക്ക് ഗ്ലാസിന്റെ പാത്രം പുളിയൊക്കെ ഇട്ടല്ലേ കഴിയുന്നത്. വളംപുളിയൊക്കെ ഇട്ട് കഴിയല്ലേ. കൊച്ചു കഴിയണ്ട, കയ്യപ്പത്താവും. നല്ല ഗ്ലേസിങ് കൂടാനായിട്ട് നിലവിളക്കൊക്കെ കഴുകി വയ്ക്കുന്ന കാണാൻ പാടില്ലേ. അല്ല, ഈ ബ്രാസ് ചെയ്യുന്ന സാധനമുണ്ട്, ഒരു കെമിക്കൽ പോലത്തെ സാധനമുണ്ട്. പക്ഷെ അത് ഫുഡ് ഉണ്ടാക്കുന്നതിന് നല്ലതാണെന്ന് അറിയില്ല നമുക്ക്. ചൂടുവെള്ളം ഒഴിക്കണ്ടേ? എന്നാലേ അതിന്റെ നെയ്യൊക്കെ പോവോ? ചാരം ഇട്ട എല്ലാം പോയില്ലേ. നീ കമത്തി ഇടണ്ടേ? എന്തിനാ വെച്ചാ അവിടെ കിടന്ന നോയ്സ് ഉണ്ടാക്കുന്നേ? അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെങ്കിൽ വന്നേ, അവരതിൻ്റെ അകത്ത് ഇരിക്കട്ടെ ജോണിക്കുട്ടിയെ. ഓ, നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന ഏറ്റവും വലിയ ഉരുളി ആയിരിക്കണ ഉരുളിയല്ലേ ഇതുണ്ട്. നമുക്കുണ്ടായിരുന്നൊരു വലിയ ഉരുളിയായിരുന്നു ഇതേ. അപ്പൊ നമ്മൾ വിചാരം എന്നാ വലിയ ഉരുളിയാണ്. പക്ഷെ ഈ ഉരുളിയും ഈ പാത്രം കൂടെ അടുത്തടുത്തിരിക്കുമ്പോ ആന അണ്ണാനും പോലത്തെ ഡിഫറൻസ്. അതെ, നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ ട്രക്കൊക്കെ വിളിച്ച് പരിപാടിക്കൊക്കെ ഇങ്ങനെ അല്ലേ, വലിയ വാർപ്പൊക്കെ കടമെടുത്തോണ്ട് റെന്റിനെടുത്തോണ്ട് പോകുന്ന പോലെ. നമുക്കിവിടെ പരിപാടികളൊക്കെ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ രസമായി, എനിക്കിഷ്ടമായി. വലിയ ടൗണിലുള്ളടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെ ആവശ്യങ്ങളുണ്ടല്ലോ, ആളുകൾ റെന്റിന് എടുക്കുന്നത്. അല്ലാതെ ഇവിടെയും 10-100 മലയാളീസൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എല്ലാവരും തിരക്കാണ്. പിന്നെ എനിക്കിഷ്ടമാണ് ആക്ച്വലി ഇതുപോലെ വലിയ സംഭവത്തിനകത്ത് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ആർക്കും മെനക്കെടാൻ പറ്റത്തില്ല. ഈ മരം ഇതിന്റെ വെളിയിൽ നിന്ന് പിഴുത് കളയേണ്ട വെച്ചാൽ അതിന് വേരിറങ്ങി തുടങ്ങിയല്ലോ. ദൈവമേ, ആയിട്ട് ഞാൻ കയറട്ടെ എന്ന് പറയുമ്പോഴേക്കും അരികത്തോടെ പിടിച്ചവൻ കയറാൻ പറ്റും. കൂടെ അതിന്റെ മേളിൽ നിന്ന് ഉരുണ്ടൊരു കയറില്ല. അതൊക്കെ, പക്ഷെ അതിന് മേളിലോട്ട് കയറില്ല. അവിടം വരെ ഓക്കെ കേട്ടോ, പറഞ്ഞ കേട്ടോ. അത്രയിൽ നിന്നോ മതി, മേളിലോട്ട് കയറണ്ട. നമ്മൾ കമത്തി ഇട്ടിട്ടാണ് അടുത്ത. ഈ ഉരുളി നമ്മൾ കൊണ്ടുവന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പണ്ടത്തെ ഒരു വീഡിയോയിൽ. എനിക്ക് തോന്നുന്നു എനിക്ക് 2 വർഷം മുന്നേ അല്ലേ ചെയ്യാ, 2 വർഷത്തോളമായി. ഇതിനകത്ത് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയത് ഇതിലായിരുന്നു. ഏതൊരു ക്രിസ്മസിന് നമ്മൾ ഉണ്ടാക്കി വാസലുള്ള, അതായത് നമ്മുടെ അടുത്തുള്ളവർക്ക് എല്ലാവരും അല്ലേ മലയാളികൾ കൂടി അതൊരു പരിപാടിക്ക് നമ്മൾ ചിക്കനൊക്കെ വറുത്തിട്ട് കൊണ്ട് കൊടുത്താലേ, ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താ.
ജയിനുള്ള സമയത്ത് അല്ല, അവരൊക്കെ തുർക്കൂന് പോണതിന് മുമ്പ്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കട്ടയ്ക്ക് വൈബിന് നിൽക്കുന്ന ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എളുപ്പം. തന്നെയൊക്കെ എന്ന് പറയുമ്പോൾ അത്ര ഈസിയാണ്. വലിയ പാടാ. ചാര കേട്ടോ. വെള്ളം ഇട്. വെള്ളം ഇടണ്ട, വെള്ളം ഇട്ട് ഇട്ടാൽ മതി. കുറച്ച് ഇട്ടാൽ മതി, മതി മതി മതി. ചാരമായിട്ടുള്ള എടുക്കുക. ഇത് കരിയാ, കരി വേണ്ട. കരി അവിടെ തന്നെ കൊണ്ടിട്ടേ. കറി എനിക്ക് എടുക്കാൻ പറ്റില്ല. അവൻ്റെ കയ്യിലല്ല അവിടെ വെച്ചു. ഉടുക്ക തേച്ച് വെക്കില്ലാടാ ചോടക്കുട്ടി. തേക്കലുണ്ട് പുള്ളി. ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ തേച്ച് കഴുകാറുണ്ട് കേട്ടോ പാൻ്റെ. കേട്ടോടാ, ഇതാണോ കറി പപ്പ? ഇതാണോ? നീ ഇപ്പൊ 2 പ്രാവശ്യം പാൻറ്റയിൽ കരി തേച്ച് വെച്ചു. അതാ ഞാൻ പറഞ്ഞേ, കേറുമ്പോ ഊരിടാൻ മറക്കല്ലേ. പോവില്ല. മതി മതി പപ്പ. ഇനി മറ്റേ ഇപ്പം പറ്റത്തില്ല, വെയിറ്റ് ചെയ്യടാ പപ്പ. ഇൻ കേസ് നീ ഉരുണ്ട് വിടാനും ക്യാച്ച് പിടിക്കാൻ ആള് താഴെ വേണ്ടേ? കൊച്ചൊന്നും കാണാൻ പറ്റാമനെ. തിരിച്ചിട്ടിട്ട് അങ്ങനെ സേവിച്ചു വിടും. കുറച്ച് കെറ്റിൽ വെള്ളം തിളപ്പിച്ച് ഒഴിക്കണ്ടേ? ചൂടുവെള്ളം വേണ്ടേ? എന്തോ ദേശം പോയല്ലോ. പക്ഷെ അവിടെ കരി വീണല്ലേ ചായ പുല്ലേല്. മരത്തിന്റെ അങ്ങോട്ട് കയറ്റി ഒഴിക്കായിരുന്നല്ലേ. വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാട്ടോ, അല്ലെ കോർണർ കൊണ്ടിട്ട് തേച്ച് വരുമായിരുന്നു. എന്നാലേ പെരപ്പുറത്താ മരം വളരുന്നത്. ഇതുണ്ടോ, ഈ കാണുന്നതാണേ നമ്മൾ സംസാരിക്കുന്ന കാര്യം. ഈ മരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പായസാ? ആണോ? കളറായ അവന്റെ കാലിലോട്ട് ഇച്ചിരി സ്പ്രേ കൊടുക്കാം. ഉരുളിയുടെ കടി കിടന്നവൻ ചവിട്ടി. കൈ മൊത്തം കയ്യേ ശരിക്കും കൂടി നേരെ പോയി കുളിച്ചോട്ടോ. പപ്പ ഇതൊന്നും ചെയ്യട്ടെ. അതീ പോയി കുളിക്കടകത്ത്. ഇച്ചിരി അവന്റെ കാലിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ. ആ മതി മതി, ചെരുപ്പിട്ടിട്ട് വിട്ടോ. മത്തങ്ങ ഇതായിരുന്നു, നോക്കിയായിരുന്നു. മത്തങ്ങ ഇറങ്ങി പൊക്കി കൊടുക്കണ്ട. അടിയിൽ മണ്ണൊക്കെ പിടിച്ച് അതിന്റെ തൊലിയിൽ വലിച്ച് ഇതൊക്കെ ചെയ്യുമോ? പൊക്കി വെക്കി കരിഞ്ഞ വാട്ടർമെലൺ ഒക്കെ അതിൻ്റെ അകത്ത്. പക്ഷെ വാട്ടർമെലൺ ഒന്നും ഇതായില്ല അച്ഛാ, അത് നോക്കത്തില്ല അങ്ങനെ. ഇത് എന്നാ പരിപാടി? ഇത് എന്നാ പരിപാടി? എന്നാ ചെയ്യുമായിരുന്നു അതിൻ്റെ അകത്ത്? ചേട്ടൻ കൊണ്ട് ലോക്കാക്കി വെച്ചേക്കുമായിരുന്നോ? ചെരുപ്പിട്ടിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ചിലപ്പോ മറ്റേ ചൊറിയും കാല്. അത് ചെരുപ്പിന്റെ കുഞ്ഞിന്റെ ചെരുപ്പിന്റെ. പോയി ചെരുപ്പ് എടുത്തിട്ട് വാ. ചെല്ല് പോയി ചെരുപ്പ് എടുത്തിട്ട് വാ. ഇവിടെ വാ, ഇവിടെ ടിപ്പിട്ടോസ്. ഓടിച്ചെന്നേ. നോ വാ, ഇങ്ങോട്ട് വാ. നീ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നടക്കണം. അതിൽ നമ്മൾ കൊറേ പറിച്ചെടുത്തതുകൊണ്ട്. ബ്ലൂബെറി പറിക്കാൻ വരുന്നു. എന്നതാ? അതിൽ നിന്നെല്ലാം പറിച്ചെടുത്തതാ. അതെ, ഇനി കുറച്ചോട്ട് നട്ടോ. നമുക്ക് വിത്തിനായിട്ട് എടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാം.
അത് പഴുത്തുണങ്ങി കഴിയുമ്പോൾ. ഊപ്സ് ആ ഊപ്സ് ഊപ്സ് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഇനി ബാക്കിയുള്ളത് ജാം ഉണ്ടാക്കുന്നത്. ശരി, കാക്കയാണോ കൊണ്ടേ? ഷെസക്കുട്ടിയുടെ കയ്യിലാണല്ലോ ഇരിക്കണ കാണുന്നേ. ബാക്കിയുള്ള ആപ്പിൾ മുഴുവൻ പറിച്ച് ജാം ഇടാന്ന് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞതേ ഉള്ളൂ. കാണുന്നു പോലുമില്ല. മുഴുവൻ പറിച്ച് തീർത്താടാ. ആ പണ്ട് ഞാൻ പറിക്കാൻ നിർത്തിച്ചാൻ തൊടിപ്പിക്കാതെ വെച്ചോണ്ടിരിക്കണം. അതിന് ഇതുവരെ പുഴു പിടിച്ചിട്ടില്ല. അത്യാവശ്യം സെറ്റപ്പായിട്ട് നിൽപ്പുണ്ട്. ആപ്പി ആപ്പി ഇനി അതും ചോദിച്ച് മേടിച്ച് പറിച്ചും എടുക്കണം കേട്ടോടാ. രണ്ടെണ്ണം ഇടയിലുണ്ട്. ആ ആപ്പി അവിടെ ഇരുന്നോട്ടെ. മോൻ്റെ കയ്യിലുള്ളത് കഴിക്കും. ബാ അതവിടെ ഇരുന്നോട്ട്. ആ ആപ്പി ഇങ്ങ് വാ. ആ ആ കാട്ടു കാട്ടു ഓടി വാ. എന്തോ ആ മത്തങ്ങയുടെ ഉള്ളിലോട്ട് കയറണ്ട. അത് മൂക്കാറാവുമ്പോൾ നമുക്ക് എടുക്കാം. നഖം കൊണ്ട് അതിന്റെ തൊലിക്ക് കുത്തു വീഴുക, അല്ലെങ്കിൽ അത് മൂത്തെന്ന് അർത്ഥം. അതായത് ആ നമ്മുടെ ഉള്ളിക്ക് പ്രീവിയസ് ഉണ്ടായിരുന്ന കളർ കിട്ടി. ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നല്ല തിളങ്ങുന്ന പോലെ ഈ ഉരുളിയൊക്കെ തേച്ച് കഴിയുന്നത് എങ്ങനെയാന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാനേ. അയ്യോ അയ്യോ അടി ഇനിയിപ്പോൾ അത് വയറിളകും. ഇങ്ങോട്ട് വന്നേ. അത് തൊടില്ല. ആപ്പി തൊടാൻ പാടില്ല. ആപ്പി കൈ കഴുകാതെ. ചേച്ചി ഒന്ന് കൈ കഴിച്ചു ചേ. ഒന്ന് സ്പ്രേ അടിച്ച് ചേവനെ കൈയിലോട്ടോ. ഇങ്ങോട്ട് കൈ കാണിക്കും. കൈ കാണിക്കും. കൈ നീട്ടി പിടിക്കുക. പക്കത്തിലോട്ട്. ആ കഴുകു കഴുകു. തോയിനും കൈ. അവൻ്റെ മറ്റേ സോപ്പിനകത്ത് കൈ ഇട്ടു. ഓക്കെ അതിന് ആപ്പി എടുത്തോ. ബാ ഇനി അതേ പിടിക്കില്ല. ടിപ്സേ എനിക്കും പുളിവെള്ളം ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുളി വാളംപുളി ഇല്ലേ? അതായത് രസത്തിന് സാമ്പാറിനൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന ഇതില്ലേ നാര് പോലത്തെ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അരച്ച് കഴുകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ ഇതായിരുന്നു ഏറ്റവും വലിയ ഉരുളി എന്ന് വിചാരിച്ച. നമ്മുടെ ഏറ്റവും വലിയ ഉരുളി കോർണറിൽ അത്ര കുഞ്ഞത്. അത്രയും വലുത്. അത്രയും ഡിഫറൻസ് ഉണ്ട്. ആ അവിടെ ഒന്നും കൊടുക്കുന്നില്ലെന്ന് ഞാനും വലുതായെന്നാ പറയുന്നേ. പിന്നെ അവിടെ കൊടുത്തു വിടണ പോലെ എനിക്കും തന്നു വിടാനൊക്കെയാ പറയുന്നു പുള്ളി. പക്ഷെ ഇങ്ങനെ നീങ്ങി ഇന്നോ. ബാ വയറിളകും നമുക്ക്. സോപ്പാ സോപ്പ്. ബാ ബാ ആപ്പിയും കൊണ്ട് അതേ തോക്കാൻ പോവല്ലേ കുട്ടി. വിരല് പെരുവിരല് കുത്തി ഇങ്ങനെ നടക്കുക. അത് കല്ല. അത് കല്ല്. ആ കല്ല കല്ല്. ഇങ്ങ് വാങ്ങോ. അയ്യോ 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 അങ്ങോട്ട് പോലെ. ഈ സാധനമാണ് ചൊറിയങ്ങടെ. തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടുന്ന് പൊക്കി എടുത്തോണ്ട് വന്നപ്പോഴേക്കേ രക്ഷപ്പെടാൻ നോക്കണതിന്റെ ഇടയിൽ ഇതുപോലൊരു കടി. ആപ്പിൾ ഇവിടെയില്ല ഒരു കടി ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ഇവിടെ പിള്ളേർ ആരും ആപ്പിൾ കഴിക്കാറില്ല. അത് നമ്മുടെ ഇത് പറിച്ച് അതെ മുറ്റത്തുനിന്ന് പറിച്ച് തിന്നുന്നത് അല്ലേ. മറ്റേ ഞാൻ അവനെ എനിക്ക് അവനെ നോക്കാൻ പാടാണ്. അവൻ കുറെ നേരം ഇവിടേക്കോ ആപ്പിൾ കുറെ കയ്യിൽ എടുക്കണോ അവൻക്ക്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവനെ എടുത്തോണ്ട് മമ്മ ഇപ്പൊ എടുത്തോണ്ട് വന്ന പോലെ എന്നെ കടിച്ചു. ആപ്പിള് കടിക്കണേന് ചേട്ടനെ കടിച്ചോ? അവിടെ യശക്കുട്ടി പണിയായുധം തേച്ച് കഴുകി മിനുക്കി എടുത്ത് വെക്കാന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ. ഈ സാധനം ഒരു ഫീൽ അല്ലേ. കാരണം ഈ സാധനം ലൈഫ് ലോങ് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഇതൊക്കെ ആ തിളക്കുന്നതിനകത്ത് ഇനി ഇതിനേക്കാളും തിളങ്ങണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. തിളങ്ങാൻ അറിയുന്ന വിദ്യ ആർക്കെല്ലാം അറിയാം പറഞ്ഞു കൊടുക്കൂ. ഗ്യാസിനകത്താണെങ്കിൽ നമുക്ക് ഇത്രയും പോലും കരി പിടിക്കത്തില്ല, പക്ഷെ ആ ഒരു ഫീൽ കിട്ടത്തില്ല. അയ്യോ ആ ഗ്യാപ്പിൽ പോയേക്കണം നോക്ക്. ഈ സൈഡ് നീ നിന്നെ ഇപ്പകത്ത് കയറ്റിയതല്ലേ ഡാസക്കുട്ടി? ഒരു കാലയില് ചേട്ടന്റെ ചെരുപ്പ്. അവിടെ എന്നത് അവിടെ എന്നാ അവിടെ എന്നാ എന്ത് ഉള്ള നമ്പരോ? ആ കാക്കയൊന്നും അവിടെ ഇല്ല കേട്ടോ. ചെരുപ്പ് അവിടെ കൊണ്ടിട്ട്. ചേട്ടന്റെ ചെരുപ്പ് അത് അവിടെ കൊണ്ടുപോയിക്ക്. ചേട്ടന്റെ ചെരുപ്പ് അത്. എൻ്റെ അമ്മ അതെടുത്ത് എറിഞ്ഞു കളയാനാണോ പറഞ്ഞത്? ചേട്ടന് ചെരുപ്പില്ല. അവിടെ കൊണ്ടുപോയിക്ക്. അവിടെയാ ചേട്ടന്റെ ചെരുപ്പ്. പാവം ചേട്ടൻ. ചെല്ല അവിടെ അവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ആ അങ്ങോട്ട് വാ. അവിടെ കൊണ്ടുപോയിക്ക്. പാവം ചേട്ടൻ. അവിടെ അവിടെ അതാ ചേട്ടന്റെ സ്ഥലം. അവിടെ അവിടെ കൊണ്ടുപോയിക്ക്. ആ അയ്യോ പാവം ചേട്ടൻ. ഇവിടെ ഇവിടെയാ ചേട്ടന്റെ ചെരുപ്പ്. ഇവിടെ ഇവിടെ ഇവിടെ. യശക്കുട്ടി യശക്കുട്ടി നോ നോ. യശക്കുട്ടി ഇവിടെ വാ. ഇവിടെ വാ. യശക്കുട്ടി ഇവിടെ വാ. നോ 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 നോ. ഇവിടെ വാ. നോ നോ ഇവിടെ വാ. ആ ഇത് ഇവിടെ ഇവിടെയാ ചേട്ടന്റെ ചെരുപ്പ്. ചീച്ചി ചീച്ചി പുല്ല് വെട്ടി എൻ്റെ ഉണക്ക പുല്ല. ബാ ആ പുല്ല് ഇങ്ങ് ബാ.
ആ പുല്ല് അവിടെ കൊണ്ട് വെച്ചേ, ചേട്ടൻ്റെ ചെരുപ്പ് അവിടെ കൊണ്ട് വെച്ചേ. വാ ഇങ്ങോട്ട് വാ. ആ ഇവിടെ വാ, ഇവിടെ വാ. ആ യെസ്, ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ. നോക്കട്ടെ കുഞ്ഞ് അനുസരിക്കും, നോക്കട്ടേക്ക് വന്നേ. ആ യെസ്, ഗുഡ് ബോയ്, മിടുക്കൻ. ഇവിടെ കൊണ്ടുവയ്ക്കേ. വാ ഇവിടെ കൊണ്ടുവയ്ക്കേ. ഇതുണ്ടോ, അവിടെ വെക്കണ്ടേ. ആ യെസ്, ഗുഡ് ബോയ്. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഓ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ആ ഒരു കുറച്ചുകൂടെ തിളങ്ങണം. കിടക്കാൻ പോണോ? ലുക്ക് വെക്കണോ? അവര് പാല് പിടിച്ച് പറ്റി കിടക്കാനാണ്. എന്നേ ആ മുട്ട എന്നെങ്കിൽ ഒരു കാര്യം ചോദിച്ചാണെങ്കിൽ ഇത് ചുട്ടോളൂ. ഞാൻ അവനെ കൊണ്ട് പോയി കിടക്കട്ടെ. ഉറങ്ങിപ്പോയി പിന്നെ ഫുഡ് കഴിക്കില്ല. രാത്രി ഭയങ്കര ബഹളമായിരിക്കും. ഇച്ചിരി ചോറുണ്ടിട്ട് കിടന്നാലോ? അമ്മ ഇച്ചിരി ചോറ് തരട്ടെ? കിടക്കാറോ? പശുക്കുട്ടി പൊറോട്ട കഴിക്കണോ? അതിന് പാല് കഴിച്ചു കൊടുക്കും. പശുക്കുട്ടി ഞാൻ കഴിക്കാൻ പാല്. മേത്തി ഒഴിക്കില്ല. ഇതിലൊഴിക്കും, ഇവിടെ ഒഴിക്കും, ഇവിടെ ഇങ്ങനെ ഒഴിക്കും, ഇവിടെ. എന്നതാ വെള്ളോ? അങ്ങനെയല്ല പൊറോട്ട കഴിക്കണേ. അത് നോക്കിയപ്പോ പാല് വരുന്നു. പൊറോട്ടയിലാണ് വായിലേക്ക് കുത്തിക്കിട്ട് അടച്ചു വെച്ചു. കുറച്ച് വെള്ളം പാലൊഴിച്ച് കുതിർക്കും. മതി മതിന്ന്. ബുക്കിനകത്ത് ലാപ്ടോപ്പും വേറെ സാധനങ്ങളും നല്ല കിട്ടും. ഇന്ന് ഞങ്ങൾ ബയോളജിയിൽ ഇലകൾ ഇങ്ങനെ വട്ടം നമ്മൾ സ്കൂളിലുള്ള ഇലകൾ നോക്കി ഇതിന്റെ പേരും ഇതൊക്കെ നോക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിന്റെ വട്ടത്തിലുള്ള മരത്തിന്റെ ഇലകൾ നിങ്ങൾ പോയി കണ്ടിട്ടാണ് വരച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് നടന്ന് ആ ടീച്ചർ പറക്കും കാണിക്കുന്നതിന്റെ പേരും അതുപോലെ. അങ്ങനെ അപ്പോൾ നിങ്ങൾ വരക്കണമായിരുന്നോ? വേറെ എന്തെങ്കിലും പഠിപ്പിച്ച പുതിയതായിട്ട് വല്ലോ? ഇല്ല, വേറൊന്നുമില്ല. ആണോ? ഹോംവർക്ക് ഒക്കെ ഉണ്ടോ? ഉണ്ട്. എത്ര സബ്ജക്റ്റ് ഒക്കെ ഏതൊക്കെയാണത്? രണ്ടെണ്ണം മറ്റേ ഫിനിഷിന്, ഇത് മാത്ത്, രണ്ടെണ്ണം ഇംഗ്ലീഷ്, എന്നിട്ട് ഇത് ബയോളജി. ഇന്നലെ ഉണ്ടാക്കി തീർത്തായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ തോട്ട് റിബൺ കയറ്റി ഇട്ടു, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ബ്ലാങ്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അതൊരു ഇത്ര വലുതാ. അല്ല, അത് കഴിച്ച് നമുക്ക് വേറെ ഇത് ചെയ്ത് വെക്കാലോ. ഇനി ഒരു ഉടുപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട് തന്മയായിട്ട്. ഇത് ഒരു എത്ര ദിവസം എടുത്തത്? ഇതൊരു 2 ദിവസം കൊണ്ട് തീർന്നു. 2 ദിവസം കൊണ്ട് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ചെറിയ ബ്ലാങ്കറ്റ് ബേബിക്കോട് അല്ലേ? കൊള്ളാം.